ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച മുതൽ രാത്രി വരെ ഉള്ള റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നാടൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ വിഷുക്കണിക്ക് എടുത്ത വെള്ളരിക്ക അതിന് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഹാഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരുവും വെച്ചിട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പയറ് കൊണ്ട് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ. പിന്നെ ഒരു മുളക് കോഷ്യം. അപ്പോൾ ഇതാ മാങ്ങ നോക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു പഴുത്ത പോലെയുണ്ട്, മറ്റേത് പച്ചയായിട്ടുണ്ട്. അപ്പോൾ പച്ച മാങ്ങയാണ് നമുക്ക് വേണ്ടേ. അപ്പോൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് തണുത്ത വെള്ളം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ജ്യൂസ് ഇതാ ഉണ്ടാക്കിയതാണ്, പുതിനയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലൈം ജ്യൂസ്. അപ്പോൾ അത് കൊടുത്തു. ഇത് മുളക് കോഷ്യത്തിന് ഒരു ഉരുളക്കിഴങ്ങും വേണം. അതിനിടയ്ക്ക് ചക്കക്കുരു ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട്. മുളക് കോഷ്യത്തിന് നമ്മുടെ വഴുതനങ്ങ, പൊട്ടേറ്റോ, പിന്നെ സവാള ഒരെണ്ണം, അതുപോലെ തക്കാളി. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എനിക്കിത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എളുപ്പമാണ്. ഹസ്ബൻഡും മോൾക്കും നല്ല ഇഷ്ടമാണ് ഈ കറി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യട്ടെ, വെന്ത് വരട്ടെ നമ്മുടെ വെജിറ്റബിളൊക്കെ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, ഒരു മെനക്കേടും ഇല്ല അതിന്. അപ്പോൾ അത് ഇതാ അവിടെ വേവിക്കാൻ വെച്ചു. നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്കയും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ച് തുടങ്ങാം. അവിടെ നമ്മുടെ ചക്കക്കുരു ഇതാ രണ്ടാമത്തെ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ബോയിലായി വരട്ടെ. അവിടെ ഇതാ നമ്മുടെ മുളകൂഷ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചക്കക്കുരു ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു നമ്മുടെ ഈ ബോയിലിംഗ് വെജിറ്റബിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മാങ്ങ കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിയാണ്, അതുകൊണ്ട് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങയും ചക്കക്കുരും എല്ലാം കൂടിയിട്ടൊന്ന് ഒരുമിച്ച് ഇനിയൊന്ന് ബോയിലായി വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എന്താ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ പച്ചമുളക്, കരിവേപ്പില ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടേസ്റ്റാണ് ആഡ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ നാളികേരക്കൊത്തും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോഴത്തേനും ചോറ് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് കവർ ചെയ്ത് നമ്മുടെ പയർ കുക്ക് ചെയ്തെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് ഉച്ചലത്തേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് വേണം. നാളികേരം എടുത്തിട്ടുണ്ട്, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് സവാള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ അരപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പാകത്തിനുള്ള വെള്ളവും നമ്മുടെ മിക്സി പാത്രത്തിൽ തന്നെ ചേർത്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ നാടൻ ചക്കക്കുരുവും മാങ്ങയും വെള്ളരിക്കയും കൂടിയിട്ടിട്ടുള്ള കറി ഇവിടെ നമ്മുടെ മുളകൂഷ്യമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുളകൂഷ്യം റെഡിയായി. കണ്ടില്ലേ എന്ത് എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഇവിടെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമുക്ക് പണിയും എളുപ്പവും അവർക്ക് ഇഷ്ടമുള്ളൊരു കറിയുമായി. അപ്പോൾ ഇതാണ് മുളകൂഷ്യം, നമുക്ക് നാളികേരം ചേർക്കാത്ത മുളകൂഷ്യം. അപ്പോൾ അത് റെഡിയായി. ഇവിടെ നമ്മുടെ കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ ഊണാണ്. നമ്മുടെ പയറും ഉപ്പേരിയും മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കടുക് വറുക്കാനായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
വറ്റൽ മുളകും കുറച്ച് ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയ്ക്കൊന്ന് ആയി വരുമ്പോൾ കുറച്ച് കരിവേപ്പില, എന്നിട്ട് ഫൈനലി കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇങ്ങനെ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കറിക്ക് ഒരു കളറും കിട്ടും. അപ്പോൾ അതാ എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാവുമല്ലോ. വെള്ളരിക്ക എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ വെള്ളരിക്ക കറി റെഡിയായി, നമ്മുടെ മുളകോശം റെഡി, നമ്മുടെ ഉപ്പേരിയും റെഡി. അപ്പോൾ ഉച്ചയൂണിന് ഇതൊക്കെയായിരുന്നു. എല്ലാം റെഡിയാക്കിയ ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ചോറും ഇതായിട്ടുണ്ട്. ഇനി ചോറും വാർക്കണം. എന്നിട്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിടുക. അത് കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ചായയ്ക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാബേജും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജും ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാബേജും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, നമ്മുടെ സവാള അരിഞ്ഞ പോലെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ഉള്ളിയിൽ അല്ലെങ്കിൽ തന്നെ വെള്ളമുണ്ടല്ലോ, ക്യാബേജിലും വെള്ളമായുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും അതിൽ നിന്ന് വെള്ളം വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഫൈനായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ മല്ലിയിലയും കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈദാമാവാണ്. അതൊരു 2 ടേബിൾ സ്പൂണും കടലമാവും ഒരു 2 ടേബിൾ സ്പൂൺ, 2 to 3 ടേബിൾ സ്പൂൺ. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല എനിക്ക്. ഇതുപോലെ ചെയ്താൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ ഈ സവാളയിൽ നിന്ന് വന്ന വെള്ളം, ക്യാബേജിൽ നിന്നുമൊക്കെ വന്ന വെള്ളം തന്നെ ധാരാളം മതിയാകും. ഇതപ്പം നമ്മുടെ ഉള്ളി ക്യാബേജ് വടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടും ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും ചായയുടെ കൂടെ. അപ്പോൾ ഇത് ചൂടായിട്ട് കഴിക്കണം. തണുത്ത് പോയാൽ അതൊന്ന് ഈ ക്രിസ്പിനെസ് അത്രയ്ക്ക് നിൽക്കില്ല. ചൂടായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചായയും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയും നമുക്ക് കൂട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ക്യാബേജ് വടയും റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ഉള്ളി ക്യാബേജ് വട റെഡി, ചായയും റെഡി. അപ്പോൾ ചായക്ക് ഇതായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ചായയ്ക്ക് കുടിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം കണ്ടുകൊണ്ടിരുന്നു. ടി വിയിൽ ഇതപ്പോൾ കുടമാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതെല്ലാം കണ്ട് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് നമുക്ക്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അരി ഉഴുന്ന് അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി അരി ഉഴുന്നും കഴുകി ഒറ്റ ട്രിപ്പിലാണ് അരയ്ക്കുന്നത്. അതായത് ഞാൻ ഉഴുന്ന് സെപ്പറേറ്റ് അല്ല, അരിയുടെ കൂടെ തന്നെ ഒരുമിച്ചാണ് കുതിരാൻ വെച്ചിരുന്നത്. അരച്ചത് എടുക്കുകയാണ്. ലാസ്റ്റ് ഒരു പിടി ചോറും ആഡ് ചെയ്ത് ഉപ്പും ആഡ് ചെയ്ത ശേഷം അരച്ച് മാവിൽ കലക്കി അങ്ങനെ മാവ് റെഡിയാക്കി. ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി ഇല്ലെങ്കിൽ ദോശ, എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ മാവ് റെഡിയായി. പിന്നെയും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും രാത്രിത്തേക്കുള്ള ആഹാരം. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ മോള് നെക്സ്റ്റ് ഡേ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അവൾക്ക് എഗ്ലെസ് കേക്ക്, ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതിനിപ്പോൾ 1.5 ഗ്ലാസ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതൊക്കെ നന്നായിട്ട് സീവ് ചെയ്തെടുത്തു. ഒരു 1/2 കപ്പ് ഷുഗർ പൗഡർ ചെയ്തെടുത്തു. അപ്പോഴത്തേനും നൂഡിൽസിന് വെള്ളം വെച്ചത് തിളച്ച് തുടങ്ങി. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പും ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നൂഡിൽസ് അതിൽ കിടന്ന് തിളയ്ക്കട്ടെ. ഒരു 1/2 കപ്പ് തൈര് എടുത്തു നമ്മുടെ കേക്കിന്, ഹോട്ട് മിൽക്ക് കേക്കിന് വേണ്ടിയിട്ട്. അതിൽ ഈ 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത ശേഷം വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തൈരും നമ്മുടെ ഷുഗറും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേനും നമ്മുടെ നൂഡിൽസ് അവിടെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചു ഞാൻ. ഇപ്പോൾ അതാ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ഹോട്ട് മിൽക്ക് കേക്കിന് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെയ്യും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ ഞാൻ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ മോൾക്ക് എഗ്ഗ് അലർജി ആയതുകൊണ്ട് എഗ്ഗ് ഞാൻ എടുക്കാറില്ല. അപ്പോൾ എഗ്ലെസ് ഹോട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ നെയ്യും പാലും കൂടെ കമ്പൈൻ ചെയ്ത് വന്നു. ഇനിയിപ്പം നമ്മുടെ ആ തൈരും ഷുഗറും ആ മിക്സ്ചറിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഹോട്ട് മിൽക്ക്, നെയ്യും കൂടിയിട്ടുള്ള ഹോട്ട് മിൽക്ക് സൈമിൾട്ടേനിയസ്ലി ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ കുറച്ച് ഈ ഹോട്ട് മിൽക്ക് അങ്ങനെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് വീണ്ടും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ അതിലേക്ക് ഹോട്ട് മിൽക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് ലംസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഈ സ്പാച്ചുലയിൽ ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് യോജിപ്പിക്കാനും പറ്റും. പൈനാപ്പിൾ എസൻസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിന് പൈനാപ്പിൾ എസൻസാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതപ്പോൾ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ അവൻ അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കേക്ക് ടിൻ ഗ്രീസ് ചെയ്തിട്ട് ഡസ്റ്റും ചെയ്ത് വെച്ചു. നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, നമ്മുടെ സ്പാച്ചുല വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പാത്രം ക്ലീനായിട്ട് വരും. ഇത് ഞാൻ ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ്. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, വീഡിയോ ഇടാം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഈ 2 കളറ് ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ അവൻ അതിലേക്ക് ഒരു 175 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ആദ്യം വെച്ചത്, പിന്നെ വീണ്ടും 10 മിനിറ്റ്സ് വെച്ചു. അപ്പോൾ 1 hour എടുത്തു. ഇപ്പോൾ നൂഡിൽസിന് ഇപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അവിടെ നമ്മുടെ കേക്ക് ഓൾറെഡി അവനിൽ വെച്ചിട്ടുമുണ്ട്. ഇതിലൂടെ കുറച്ച് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉള്ളി വടക്കിയെടുത്ത അതേ ക്യാബേജ് തന്നെ അപ്പോൾ നീളത്തിൽ അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജും ഒന്ന് ആയ ശേഷം കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം എടുത്തു, അതും ആഡ് ചെയ്ത് കൊടുത്തു. വേറെ വെജിറ്റബിളൊന്നും ആഡ് ചെയ്തില്ല ഞാൻ, ക്യാപ്സിക്കവും നമ്മുടെ ക്യാബേജുമാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മേക്കറിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ടേസ്റ്റ് മേക്കറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത്. അവിടെ കേക്ക് ഇങ്ങനെ മെല്ലെ റൈസായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ടേസ്റ്റ് മേക്കറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നൂഡിൽസ് വേണ്ട ആ മസാലയൊക്കെ ചേർത്തു. ഇപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രാത്രിത്തേക്കുള്ള നമ്മുടെ നൂഡിൽസും റെഡിയായി. നൂഡിൽസ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നോ പ്രോബ്ലം അറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോഴത്തേനും കേക്ക് ബേക്കായി വന്നു. അപ്പോൾ സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എഗ്ലെസ് ഹോട്ട് മിൽക്ക് കേക്ക് അപ്പോൾ മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയ ശേഷം രാത്രി ഉലുവ വെള്ളവും വെള്ളത്തിലിട്ടു, അടുക്കളയ്ക്ക് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ രാത്രി വരെയുള്ള എൻ്റെ റുട്ടീനാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.